എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. OET റൈറ്റിങ്ങിൽ പൊതുവേ രണ്ട് തരത്തിലുള്ള കേസ് നോട്ട്സാണ് നമ്മൾ കാണാറുള്ളത്. അഡ്മിഷൻ ടൈപ്പ് ഓഫ് കേസ് നോട്ടും വിസിറ്റ് വൈസ് കേസ് നോട്ടും. ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമുള്ള ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അടങ്ങിയിരിക്കുന്ന കേസ് നോട്ട്സിനെയാണ് അഡ്മിഷൻ ടൈപ്പ് ഓഫ് കേസ് നോട്ട് എന്ന് പറയുന്നത്. അതേസമയം ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പല ദിവസങ്ങളായിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡാറ്റ ഉണ്ടല്ലോ, ആ ഡാറ്റ ഉൾക്കൊള്ളുന്ന കേസ് നോട്ട്സിനെയാണ് നമ്മൾ വിസിറ്റ് വൈസ് കേസ് നോട്ട് എന്ന് പറയുന്നത്. OET ലെറ്ററിൽ നമ്മൾ അസസ്മെൻറ്റ് പാരാഗ്രാഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റ് സമയത്തിൽ ഉൾക്കൊള്ളുന്ന റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ എഴുതുന്ന പാരാഗ്രാഫിനെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അസസ്മെൻറ്റ് പാരാഗ്രാഫിൽ എന്തൊക്കെ ഡീറ്റെയിൽ ആണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്നും അതുപോലെ കുറച്ച് സാമ്പിൾ സെൻറ്റൻസസും നമുക്ക് നോക്കാം. ആദ്യം തന്നെ അസസ്മെൻറ്റ് പാരാഗ്രാഫിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ അന്ന് മുതൽ ഡിസ്ചാർജ് ആകുന്ന അന്ന് വരെയുള്ള പ്രധാനമായിട്ടുള്ള ഇവൻറ്റ്സ് എന്തെല്ലാമാണോ അതൊക്കെ നമ്മൾ അസസ്മെൻറ്റ് പാരാഗ്രാഫിൽ എഴുതണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം എഴുതിയാൽ മതി, അതായത് റീഡറിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽ. സോ ഏതൊക്കെ പോയിന്റ്സ് ആണ് അസസ്മെൻറ്റ് പാരാഗ്രാഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആൻഡ് പ്രസൻറ്റിംഗ് കംപ്ലയിൻസ് ആണ്. അതായത് എന്നാണ് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, ഏതൊക്കെ കംപ്ലയിൻസുമായിട്ടാണ് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരുന്നത് എന്നുള്ളത്. ചില സമയത്ത് അഡ്മിഷൻ ആയിരിക്കത്തില്ല നടക്കുന്നത്, പ്രസൻറ്റേഷൻ ആയിരിക്കും. വിസിറ്റ് വൈസ് കേസിനോട്ട് കാര്യം പറഞ്ഞില്ലേ, അവിടെ അഡ്മിഷൻ നടക്കുന്നില്ല, ഒരു പെർട്ടിക്കുലർ ദിവസം പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ പ്രസൻറ്റ് ചെയ്യുവാണ്. സോ എന്നാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതുകൂടെ തന്നെ ഏതൊക്കെ കംപ്ലയിൻറ്റുമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് കംപ്ലയിൻറ്റ് കാണത്തില്ല, എന്തെങ്കിലും ഇവൻറ്റിന് ശേഷമായിരിക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ ആക്സിഡൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു വീഴ്ചയ്ക്ക് ശേഷം ആൻഡ് സോ ഓൺ. രണ്ടാമത് നമ്മൾ എഴുതുന്നത് വാട്ട് വാസ് ഹിസ് കണ്ടീഷൻ ആൻഡ് സബ്ജക്റ്റീവ് ഡീറ്റെയിൽ ആണ്. അതായത് വന്ന സമയത്ത് പേഷ്യൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, പേഷ്യൻ്റ് ഇരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പേഷ്യൻ്റ് നടക്കാൻ സാധിക്കില്ലായിരുന്നു, പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിരുന്നു, ആങ്ഷ്യസ് ആയിരുന്നു, കോമ സ്റ്റേറ്റിലായിരുന്നു. അതുപോലെ തന്നെ പേഷ്യൻ്റ് സബ്ജക്റ്റീവായ ഡാറ്റ ഉണ്ടല്ലോ, അതായത് പേഷ്യൻ്റ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പേഷ്യൻ്റ് കാലിൽ വേദനയുണ്ടെന്ന് പറയുവാണ് അല്ലെങ്കിൽ പേഷ്യൻ്റ് തലകറക്കം എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറയുകയാണ്. സോ ഇതിൻ്റെ അകത്ത് റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എഴുതും. എന്താണ് വാട്ട് വാസ് ഹിസ് കണ്ടീഷൻ, അപ്പോൾ തന്നെ സബ്ജക്റ്റീവ് ഡീറ്റെയിൽസ്. മൂന്നാമതായി നമ്മൾ എഴുതുന്നത് ആക്ഷൻസ് ദാറ്റ് വർ ഡൺ ടു ദ പേഷ്യൻ്റ് ആണ്. അതായത് എന്തൊക്കെ മെഡിക്കൽ ആക്ഷൻസ് ആണ് പേഷ്യൻറ്റിന്മേൽ ചെയ്തത്. ഇത് വലിയൊരു ലിസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് എക്സാമിനേഷൻ ഉണ്ടാവും, അതായത് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്. അസസ്മെൻറ്റ് ഉണ്ടാവും. അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ BP, വൈറ്റൽ സൈൻസും കാര്യങ്ങളൊക്കെ അല്ലേ, അതാണ് പ്രധാനമായിട്ടും നമ്മൾ അസസ്മെൻറ്റ് ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമതായി വരുന്നത് ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് റേഡിയോളജിക്കൽ അല്ലെങ്കിൽ ലാബ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നഴ്സിംഗ് മാനേജ്മെൻറ്റ് കൊടുക്കുന്നില്ല, അതായത് പേഷ്യൻ്റ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, IV ഫ്ലൂയിഡ്സ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ പേഷ്യൻ്റ് ഹെഡ് ആൻഡ് എലവേഷൻ, ലെഗ് ആൻഡ് എലവേഷൻ, കംപ്രഷൻ സ്റ്റോക്കിങ്സ് കൊടുക്കുന്നത്. സോ ഇതിൻ്റെ അകത്തൊക്കെയുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ തന്നെ പേഷ്യൻ്റ് കൊടുത്തിട്ടുള്ള അഡ്വൈസ്, എക്സസൈസ്, ഫിസിയോതെറാപ്പി. സോ ഇതെല്ലാം വലിയൊരു ലിസ്റ്റാണ് നമ്മൾ പേഷ്യൻ്റ് ചെയ്ത ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് കേസ് നോട്ടിലുള്ളതിൽ പ്രാധാന്യമുള്ള ഡാറ്റ ഉണ്ടല്ലോ, റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എഴുതും. ഫൈനലി നമ്മൾ എഴുതുന്നത് പേഷ്യൻ്റെ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ആണ്. പേഷ്യൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി, പേഷ്യൻ്റ് ഇപ്പോൾ സ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രോഗ്നോസിസ് മോശമാണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻ്റ് ഒരു പക്ഷേ നല്ല പ്രോഗ്രസ് ഉണ്ടായിരിക്കാം, പക്ഷേ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിന് അസിസ്റ്റൻസ് ആവശ്യമായിട്ട് വന്നിരിക്കാം. സോ ഇത്തരത്തിലുള്ള ഡീറ്റെയിലാണ് നമ്മൾ അസസ്മെൻറ്റ് പാരാഗ്രാഫിൽ എഴുതുന്നത്. സോ ഈ 4 ഡീറ്റെയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അസസ്മെൻറ്റ് പാരാഗ്രാഫ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഓരോ ഡീറ്റെയിലും ക്ലോസ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയാണ് അഡ്മിഷൻ ഡേറ്റ് നമ്മൾ എഴുതുന്നത്, എന്തൊക്കെയായിരിക്കും വാട്ട് വാസ് ഹിസ് കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സെൻറ്റൻസസ്, അതുകൂടെ തന്നെ പേഷ്യൻറ്റിന്മേൽ ചെയ്യപ്പെട്ട ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കുറച്ച് സാമ്പിൾ സെൻറ്റൻസസും പരിചയപ്പെടാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആൻഡ് പ്രസൻറ്റിംഗ് കംപ്ലയിൻറ്റ്സ്. സോ ആദ്യം തന്നെ നമുക്കൊരു സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഇതെങ്ങനെയാണ് അഡ്മിഷൻ ഡേറ്റും അതുപോലെ തന്നെ പ്രസൻറ്റിംഗ് കംപ്ലയിൻസും എഴുതുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. മിസ്റ്റർ മനോജ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 12 June 2017 വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് ഫീവർ, നോസിയ ആൻഡ് ബാക്ക് പെയിൻ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫീവർ, നോസിയ, ബാക്ക് പെയിൻ എന്ന കംപ്ലയിൻറ്റുമായി 12 June 2017 മിസ്റ്റർ മനോജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് ആദ്യം കൊണ്ടുവന്നും എഴുതാൻ പറ്റും. എങ്ങനെ? ഓൺ 12 June 2018 മിസ്റ്റർ ജാക്മാൻ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഫോളോയിങ് എ കാർ ആക്സിഡൻറ്റ്. ഇവിടെ ഒരു പ്രസൻറ്റിംഗ് കംപ്ലയിൻ്റ് ഇല്ല, അതായത് ഒരു കംപ്ലയിൻറ്റുമായിട്ടുള്ള പേഷ്യൻറ്റ് വരുന്നത് കാർ ആക്സിഡൻറ്റിന് ശേഷം മിസ്റ്റർ മനോജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ഇതുപോലെ ആദ്യം ഡേറ്റ് എഴുതിയിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമുക്ക് വേറെ ഒരു സെൻറ്റൻസും കൂടെ നോക്കാം.
Mrs. Carroll was admitted to hospital on 23/3/2012 for total hip replacement surgery. So ഇവിടെ പേഷ്യൻ്റ് ഒരു കംപ്ലൈൻറ്റ് ആയിട്ടുള്ള വരുന്നത് ഡയറക്റ്റ്ലി സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അതിൻ്റെ അർത്ഥം സർജറി നേരത്തെ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സോ പേഷ്യൻ്റ് ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി തന്നെ അഡ്മിറ്റ് ആവുകയാണ്. ഓക്കെ, ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. Miss Carroll was admitted on 12 June 2017 with the complaint of headache. ഇവിടെ കംപ്ലൈൻറ്റ് സിംഗിൾ ഒരു കംപ്ലൈൻറ്റ് ഉള്ളൂ, അതുകൊണ്ട് തന്നെയാണ് കംപ്ലൈൻറ്റ് എന്ന് എഴുതിയത് പ്ലൂറൽ ഫോമിൽ എഴുതാനായത്. ഹെഡേക്ക് എന്ന കംപ്ലൈൻറ്റുമായി മിസ് കാരോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് വിത്ത് കംപ്ലൈൻറ്റ് എഴുതാതെ ഡ്യൂ ടു എന്നൊക്കെയുള്ള യൂസേജ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, Mr. Sharan was admitted on 12 June 2017 due to abdominal pain. അബ്ഡോമിനൽ പെയിൻ മൂലം മിസ്റ്റർ ഷെറോൺ 12 ജൂൺ 2017 അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രസൻറ്റേഷൻ ടൈപ്പ് ഓഫ് കേസ് മോഡൽ, അവിടെ നമ്മൾ വാസ് അഡ്മിറ്റഡ് എന്ന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ വിസിറ്റ് വൈസ് കേസ് മോഡൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. മിസ്റ്റർ മാധവ് പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 6/2/2011 with the complaints of fever, cough and occasional shortness of breath. ഇവിടെ നമ്മൾ മിസ്റ്റർ മാധവ് പ്രസൻറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വാസ് പ്രസൻറ്റഡ് എന്ന് എഴുതരുത്. കാരണം വാസ് പ്രസൻറ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ഷൻ മിസ്റ്റർ മനോജിൻ്റെ പേരിൽ ചെയ്തു എന്നായിപ്പോൾ. അഡ്മിഷൻ്റെ സമയത്ത് അത് ഓക്കെയാണ്, കാരണം മിസ്റ്റർ മനോജിനെ അല്ലെങ്കിൽ പേഷ്യൻറ്റ് വേറൊരാളാണല്ലോ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരാൻ നേരത്ത് പേഷ്യൻറ്റ് സ്വയമേ ഹോസ്പിറ്റലിൽ പ്രസൻറ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വാസ് പ്രസൻറ്റഡ് എന്ന് എഴുതരുത്, മിസ്റ്റർ മനോജ് പ്രസൻറ്റഡ് എന്ന് എഴുതാം. കൂടെ തന്നെ നമുക്ക് വേറെ വേർബ്സും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Miss Nancy visited clinic on 12 October 2015 for her routine postnatal health checkup. അതായത് മിസ് നാൻസി 12 ഒക്ടോബർ 2015 അവളുടെ റുട്ടീൻ പോസ്റ്റ്നേറ്റൽ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ വിസിറ്റഡ് എന്നുള്ള വാക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാസ് വിസിറ്റഡ് എന്ന് എഴുതരുത്, വിസിറ്റഡ് എന്ന് തന്നെ എഴുതുക. കാരണം വിസിറ്റ് എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് മിസ് നാൻസിയാണ്. ഓക്കെ, സോ നമുക്ക് വിസിറ്റ് യൂസ് ചെയ്യാം. വേറെ വെബ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, കെയിം യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മിസ്സസ് കെവിൻ കെയിം ടു ദ ക്ലിനിക് ഫോർ ഹെർ ഫോളോ അപ്പ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. അതായത് മിസ്സസ് കെവിൻ അവളുടെ ഡയബറ്റിസ് മെലിറ്റസിനെ ഫോളോ അപ്പിന് വേണ്ടി ക്ലിനിക്കിൽ വന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രസൻറ്റഡ് യൂസ് ചെയ്യാം, വിസിറ്റഡ് യൂസ് ചെയ്യാം, കെയിം യൂസ് ചെയ്യാം. സോ ഈ വേർബ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് പേഷ്യൻ്റ് വിസിറ്റ് വൈസ് കേസ് നോട്ടിൽ ആദ്യത്തെ ഒരു ഡാറ്റ ഉണ്ടല്ലോ, അതായത് ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ പ്ലസ് റീസൺ ഫോർ പ്രസൻറ്റേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി വേറൊരു സിനാരിയോ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? അതായത് ചിലപ്പം പേഷ്യൻ്റ് മൈനർ ആയിരിക്കും, ചിലപ്പം പേഷ്യൻറ്റിൻ്റെ അച്ഛനോടൊപ്പം അല്ലെങ്കിൽ അമ്മയോടൊപ്പം ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഈ മദർ ആൻഡ് ചൈൽഡ് കേസിൽ കുട്ടീനെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമായിരിക്കും. സോ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് അസസ്മെൻറ്റ് പാരാഗ്രാഫിൽ എഴുതാമെന്ന് നോക്കാം. Toby was brought to the hospital by his mother on 2/6/2020 with increased gastric reflux. അതിൻ്റെ അർത്ഥം എന്താണ്? ടോബിനെ 2/6/2020 ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് റിഫ്ലക്സുമായിട്ട് അവൻ്റെ അമ്മ കൊണ്ടുവന്നു എന്നുള്ളതാണ്. വേറെ എക്സാമ്പിൾ നോക്കാം. ജെയിൻ വാസ് അക്കോമ്പനൈഡ് ബൈ ഹിസ് ഫാദർ ടു ക്ലിനിക് ഓൺ 2 ജൂൺ 2020 വിത്ത് എക്സാം റിലേറ്റഡ് ആങ്സൈറ്റി. ഇവിടെ എന്താണ് അക്കോമ്പനൈഡ് എന്ന് പറയുന്നത്? എന്താണ്? ജെയിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ അച്ഛനുമായി ക്ലിനിക്കിൽ വന്നുവെന്നാണ് 2 ജൂൺ 2020 എന്തുമായിട്ടാണ്? എക്സാം റിലേറ്റഡ് ആൻസൈറ്റിയുമായിട്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ പ്ലസ് പ്രസൻറ്റിംഗ് കംപ്ലയിൻറ്റ് എഴുതുന്നത്. ചില സമയത്ത് പ്രസൻറ്റിംഗ് കംപ്ലയിൻറ്റ് ആയിരിക്കത്തില്ല, അതായത് ഒരു കംപ്ലയിൻറ്റുമായിട്ടായിരിക്കത്തില്ല പേഷ്യൻ്റ് വരുന്നത്, ഒരു ഇവൻറ്റിന് ശേഷമായിരിക്കും, ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാളിന് ശേഷമായിരിക്കും. സോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഫോർമാറ്റ് നമുക്ക് യൂസ് ചെയ്ത് ഇതുപോലെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലോട്ട് കൊടുക്കാം. വാട്ട് വാസ് ഹിസ് കണ്ടീഷൻ പ്ലസ് സബ്ജക്റ്റീവ് ഡീറ്റെയിൽ ഉണ്ട്. സോ നമുക്ക് കുറച്ച് സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ഹി അപ്പിയർഡ് പെയിൽ ആൻഡ് വീക്ക്. അതായത് അഡ്മിഷൻ സമയത്ത് അവൻ പെയിലും വീക്കുമായിരുന്നു. മറ്റൊരു എക്സാമ്പിൾ, ഷീ വാസ് ആങ്ഷ്യസ് ആൻഡ് സ്കേർഡ് അബൌട്ട് ഹെർ കണ്ടീഷൻ. അവൾ ആങ്ഷ്യസ് ആയിരുന്നു, അക്കൂടെ തന്നെ അവളുടെ കണ്ടീഷനെ കുറിച്ച് വളരെ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നോക്കാം. ഹി വാസ് ഡിപ്രസ്ഡ് റിഗാർഡിംഗ് ഹിസ് ഡിസ്റ്റർബ് ബോഡി ഇമേജ്. ഇനിയിപ്പം പേഷ്യൻ്റെ സബ്ജക്റ്റീവ് ഡീറ്റെയിൽ ഉണ്ടല്ലോ, അതായത് പേഷ്യൻ്റ് പറഞ്ഞത്, പേഷ്യൻ്റ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഷീ റിപ്പോർട്ടഡ് ദാറ്റ് ഷീ ഹാഡ് പെയിൻ ഇൻ ഹെർ എൽബോസ്. അതായത് അവൾ റിപ്പോർട്ട് ചെയ്തു അവളുടെ എൽബോസിൽ വേദന ഉണ്ട് എന്ന്. ഹി വെർബലൈസ് ത്രോബിംഗ് ഹെഡേക്ക്. അവൻ ത്രോബിംഗ് ഹെഡേക്ക് വെർബലൈസ് ചെയ്തു. ഷീ സ്റ്റേറ്റഡ് എ പെയിൻ ഓഫ് 8 ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10. അവൾ 1 to 10 എന്ന പെയിൻ സ്കെയിലിൽ 8 എന്ന പെയിന് റേറ്റ് ചെയ്തു. അപ്പം പേഷ്യൻ്റ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽ അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ടഡ്, വെർബലൈസ്ഡ്, സ്റ്റേറ്റഡ് എന്നീ വേർബ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് എഴുതുന്നത് എന്താണ്?
വാട്ട് ആക്ഷൻസ് ദാറ്റ് വർ ഡൺ ഓൺ ദ പേഷ്യൻ്റ് ആണ്. അതായത് പേഷ്യൻ്റ് മേൽ ചെയ്യപ്പെട്ട ആക്ഷൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്, അതെങ്ങനെയൊക്കെ എഴുതാമെന്ന് നോക്കാം. സോ ആദ്യം നമുക്ക് എക്സാമിനേഷൻ എഴുതാം. ഈ എക്സാമിനേഷൻ ഒബ്സർവേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ നേക്കഡ് ഐസിൽ കൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളല്ലേ, അതായത് സ്വെല്ലിങ്, ബ്രൂയിസ്, ഇഞ്ചുറി, ഇതൊക്കെ. അതായത് നമ്മൾ ജസ്റ്റ് നേക്കഡ് ഐ കൂടെ പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് കാണുന്ന ഡീറ്റെയിൽസിനെയാണ് നമ്മൾ ഈ പറയുന്നത് എക്സാമിനേഷൻ്റെ അണ്ടറിൽ എഴുതുന്നത്. ഓക്കെ, സോ അതെങ്ങനെ എഴുതാം? ഓൺ എക്സാമിനേഷൻ ഹി ഹാഡ് സ്വെല്ലിങ് ഓൺ ഹിസ് ലെഫ്റ്റ് ലെഗ്. എക്സാമിനേഷനിൽ അവൻ്റെ ലെഫ്റ്റ് ലെഗിൽ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. ഹി ഹാഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അതുപോലെ നമുക്ക് എഴുതാം ഷി വാസ് നോട്ടഡ് ടു ഹാവ് സ്വെല്ലിംഗ് എലോങ് ഹർ വേരിക്കസ് വെയിൻ. ഇങ്ങനെ എഴുതും. അതായത് ഓൺ എക്സാമിനേഷൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഷി വാസ് നോട്ടഡ് ടു ഹാവ് എന്ന് പറയുമ്പോൾ എന്താണ്? അവളുടെ വേരിക്കസ് വെയിനിൽ സ്വെല്ലിംഗ് ഉള്ളതായിട്ട് നോട്ട് ചെയ്യപ്പെട്ടു. ടു ഹാവ് എന്ന് പറയുമ്പോൾ ഉള്ളതായി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാം. ഓൺ ഒബ്സർവേഷൻ ഹി വാസ് ഫൗണ്ട് ടു ബി ഡിപ്രസ്ഡ്. ഒബ്സർവേഷനിൽ അവൻ ഡിപ്രസ്ഡ് ആയി കാണപ്പെട്ടു. ഓക്കെ, ഫൗണ്ട് ടു ബി എന്ന് പറയുമ്പോൾ ഡിപ്രസ്ഡ് ആയതായി, അതായത് ഒരു അവസ്ഥയിൽ ആയതായി നോട്ട് ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മെഡിക്കൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് എടുക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ, അതായത് എസ്പെഷ്യലി വൈറ്റൽ സയൻസ്, ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ, പൾസ് റേറ്റ്, റെസ്പിറേഷൻ റേറ്റ്, ഇതൊക്കെയാണ് നമ്മൾ അസസ്മെൻ്റ് ആയിട്ട് കരുതപ്പെടുന്നത്. ഈ അസസ്മെൻറ്റും എക്സാമിനേഷൻ പലപ്പോഴായി ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിച്ച് കാണാറുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു കൃത്യതയ്ക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാമെന്ന് നോക്കാം. സോ ആദ്യം തന്നെ എങ്ങനെയാണ്? ഓൺ അസസ്മെൻറ്റ് ഹിസ് വൈറ്റൽ സയൻസ് വേർ ഡീറേഞ്ച്ഡ്. അസസ്മെൻറ്റിൽ അവൻ്റെ വൈറ്റൽ സയൻസ് ഡീറേഞ്ച്ഡ് ആയിരുന്നു. വേറെ ഓൺ അസസ്മെൻറ്റ് ഹെർ ബ്ലഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വേർ ഫൗണ്ട് ടു ബി എലവേറ്റഡ് ടു 160/120 and 38 ഡിഗ്രി സെൽഷ്യസ്. എന്താണ്? അസസ്മെൻറ്റിൽ അവളുടെ ബ്ലഡ് പ്രഷറും ടെമ്പറേച്ചറും 160/120 38 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നതായി കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എഴുതാം ഷി വാസ് നോട്ടീസ് ടു ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഓൺ അസസ്മെൻറ്റ് എന്നുള്ള ഫ്രേസ് ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. എങ്ങനെ? അവൾക്ക് ഉയർന്ന ബ്ലഡ് പ്രഷറും ടെമ്പറേച്ചറും ഉള്ളതായി നോട്ടീസ് ചെയ്യപ്പെട്ടു. വേറൊരു എക്സാമ്പിൾ, ഹിസ് ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ ആൻഡ് ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ വേർ നോട്ടഡ് ടു ബി 38 ഡിഗ്രി സെൽഷ്യസ്, 155/110 mmHg ആൻഡ് 90 റെസ്പെക്റ്റീവ്ലി. സോ ഇങ്ങനെയും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോകാം. ഏതാണ്? ഇൻവെസ്റ്റിഗേഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ലബോറട്ടറിയും ആയിരിക്കാം അല്ലെങ്കിൽ റേഡിയോളജിക്കലും ആയിരിക്കാം. ലബോറട്ടറി ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? ഈ ബ്ലഡ്, യൂറിൻ, സ്പ്യൂട്ടം ആൻഡ് സോ ഓൺ. റേഡിയോളജിക്കൽ എന്ന് പറയുമ്പോൾ എക്സ്റേ, USG, ECG, EKG, പെറ്റ് സ്കാൻ, അങ്ങനത്തെ ഉള്ളതിനെയാണ് നമ്മൾ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇത് എഴുതാൻ സഹായിക്കുന്ന കുറച്ച് മോഡൽ സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഏതാണ്? എ സീരീസ് ഓഫ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ പെർഫോം ഫോർ ഹർ വിച്ച് റിവീൽ ദ ഡയഗ്നോസിസ്. എന്താണ്? ഒരു സീരീസ് ഓഫ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ അവൾക്ക് വേണ്ടി ചെയ്യപ്പെട്ടു. അത് ഡയഗ്നോസിസ് റിവീൽ ചെയ്തു എന്നുള്ളതാണ്. കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. ഹെർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഷോഡ് എലവേറ്റഡ് വൈറ്റ് ബ്ലഡ് സെൽസ്. അതായത് അവളുടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഉയർന്ന വൈറ്റ് ബ്ലഡ് സെൽസ് കാണിച്ചു. ഇവിടെ ഷോഡാണ്, ഷോഡ് എന്ന് എഴുതരുത്. കാരണം എന്താണ്? ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്താണ്? അതായത് ഈ ഉയർന്ന വൈറ്റ് ബ്ലഡ് സെൽസ് എന്നുള്ള പ്രവൃത്തി കാണിക്കുന്നത് ആരാണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. അവളുടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് ഉയർന്ന വൈറ്റ് ബ്ലഡ് സെൽസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോഡ് അല്ലെങ്കിൽ റിവീൽഡ് യൂസ് ചെയ്യാം, ഷോഡ് യൂസ് ചെയ്യാം, ഇൻഡിക്കേറ്റഡും യൂസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ, ഹെർ യൂറിൻ അനാലിസിസ് ഇൻഡിക്കേറ്റഡ് ട്രേസസ് ഓഫ് പ്രോട്ടീൻ. അവളുടെ യൂറിൻ അനാലിസിസ് പ്രോട്ടീൻ്റെ ട്രേസസ് ഇൻഡിക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണെന്നായിരുന്നു നമുക്ക് സിമിലർ സെൻറ്റൻസ് സ്റ്റൈൽ യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ? ആൻ എക്സ്റേ ഇൻഡിക്കേറ്റഡ് ഫ്രാക്ചർ ഇൻ ഹിസ് റൈറ്റ് ഫീമർ. ഒരു എക്സ്റേ അവരുടെ റൈറ്റ് ഫീമറിൽ ഫ്രാക്ചർ ഇൻഡിക്കേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ്? ആൻ എക്സ്റേ ആൻഡ് MRI ഷോ ബ്രോക്കൺ ടിബിയ ഫോർ വിച്ച് ഹി അണ്ടർവെന്റ് ദ സർജറി. ഒരു എക്സ്റേയും MRIയും ബ്രോക്കൺ ടിബിയ കാണിച്ചു, അതിനുവേണ്ടി അവൻ സർജറിയിലൂടെ കടന്നുപോയി. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. വേരിയസ് റേഡിയോളജിക്കൽ ആൻഡ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് വർ കണ്ടക്റ്റഡ് ഫോർ ഹിം വിച്ച് ഷോഡ് 3rd സ്റ്റേജ് ലങ് ക്യാൻസർ. അതായത് എന്താണ്? പലതരത്തിലുള്ള റേഡിയോളജിക്കലും ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസും അവന് വേണ്ടി കണ്ടക്ട് ചെയ്തു. അത് 3rd സ്റ്റേജ് ലങ് ക്യാൻസർ കാണിച്ചു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി നമുക്ക് മെഡിക്കേഷൻ്റെ കാര്യം എഴുതാം. അതായത് പേഷ്യൻറ്റ് മെഡിക്കേഷൻസ് കൊടുക്കത്തില്ലേ ഹോസ്പിറ്റലൈസേഷൻ സമയത്ത്, അതിലാൻ സഹായിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ എന്താണ്? ഹി വാസ് പ്രിസ്ക്രൈബ് അനാൾജസിക്സ്. എന്താണ്? അവന് അനാൾജസിക്സ് പ്രിസ്ക്രൈബ് ചെയ്തു. ഇവിടെ എന്താണ്? വാസ് പ്രിസ്ക്രൈബ്ഡ് ആണ്. കാരണം അവൻ്റെ മേൽ ചെയ്ത ആക്ഷനാണ്. അതായത് വേറെ ആളാണല്ലോ അവന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്, അവൻ ചെയ്ത ആക്ഷൻ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വാസ് പ്ലസ്
V3 ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നേരെ തലതിരിച്ചു വിടാം. എങ്ങനെയാണെന്ന് അറിയാമോ? അനാൾജസിക്സ് വേർ പ്രിസ്ക്രൈബ് ഫോർ ഹിം. ഇതിൻ്റെ അർത്ഥം വരുന്നത് അനാൾജസിക്സ് അവന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തു എന്നാണ്. ഓക്കെ, കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കാം. ഷീ വാസ് കമൻസ്ഡ് ഓൺ ആൻറ്റിബയോട്ടിക്സ്, മീനിങ് അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് കമൻസ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തിരിച്ചു എഴുതാം. ആൻറ്റിബയോട്ടിക്സ് വേർ കമൻസ് ഫോർ ഹെർ. ആൻറ്റിബയോട്ടിക്സ് അവൾക്ക് വേണ്ടി കമൻസ് ചെയ്തു. ഓക്കെ, ഇനി IV ഫ്ലൂയിഡ്സ് വേർ അഡ്മിനിസ്ട്രേഡ് ഫോർ ഹിം. എന്താണ്? IV ഫ്ലൂയിഡ്സ് അവന് വേണ്ടി അഡ്മിനിസ്റ്റർ ചെയ്തു. അതുപോലെ തന്നെ ഹി വാസ് അഡ്മിനിസ്റ്റർഡ് IV ഫ്ലൂയിഡ്സ്. അവന് IV ഫ്ലൂയിഡ്സ് അഡ്മിനിസ്റ്റർ ചെയ്തു. സോ ഇങ്ങനെ നിങ്ങൾക്ക് സബ്ജക്റ്റ് മാറ്റി എഴുതാവുന്നതാണ്. IV ഫ്ലൂയിഡ്സ് ആക്കി എഴുതാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് ആയിട്ടും എഴുതാൻ പറ്റും. ഇത് ശ്രദ്ധിക്കേണ്ടത് വേർബ് ഫോമാണ്. വാസ് പ്ലസ് V3 ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് നേഴ്സിംഗ് മാനേജ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു മറ്റുള്ള കാര്യങ്ങൾ വരുമല്ലോ. അതായത് പേഷ്യൻ്റ് കംപ്രഷൻ സ്റ്റോക്കിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കോൾഡ് കംപ്രസ് കൊടുക്കുന്നത്, ഇപ്പം റൈറ്റ് ആമിൽ സ്ലിങ് കൊടുക്കത്തൊക്കെയില്ല, അപ്ലൈ ചെയ്യത്തില്ലേ, അതൊക്കെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ വാസ് പ്രൊവൈഡഡ് ഡെയിലി ഡ്രസ്സിങ്സ് അറ്റ് ദ സർജിക്കൽ സൈറ്റ്. എന്താണ്? അവൾക്ക് സർജിക്കൽ സൈറ്റിൽ ഡെയിലി ഡ്രസ്സിങ് കൊടുത്തു. ഇവിടെ പ്രൊവൈഡഡ് യൂസ് ചെയ്യാം, പെർഫോം എന്നുള്ള വാക്കും യൂസ് ചെയ്യാം. അങ്ങനെ ഷീ വാസ് പെർഫോം ഡെയിലി ഡ്രസ്സിങ്സ് അറ്റ് സർജിക്കൽ ഇൻസിഷൻ സൈറ്റ്. നമുക്ക് തലതിരിച്ചു എഴുതാം. ഡെയിലി ഡ്രസ്സിങ്സ് അറ്റ് ദ സർജിക്കൽ സൈറ്റ് വേർ പെർഫോം ഫോർ ഹെർ, അല്ലെങ്കിൽ വേർ പ്രൊവൈഡഡ് ഫോർ ഹെർ. ഡെയിലി ഡ്രസ്സിങ്സ് അവളുടെ സർജിക്കൽ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഹി വാസ് അപ്ലൈഡ് എ സ്ലിംഗ് ഹിസ് റൈറ്റ് ആം. അവൻ്റെ റൈറ്റ് ആമിൽ ഒരു സ്ലിംഗ് അപ്ലൈ ചെയ്തു. തലതിരിച്ചു എഴുതാം. എ സ്ലിംഗ് വാസ് അപ്ലൈഡ് ഹിസ് റൈറ്റ് ആം. ഒരു സ്ലിംഗ് അവൻ്റെ റൈറ്റ് ആമിൽ അപ്ലൈ ചെയ്തു. ഓക്കെ, ഹിസ് വൂണ്ട് സൈറ്റ് വാസ് മോണിറ്റർഡ് ഫോർ ഇൻഫെക്ഷൻ. അവൻ്റെ വൂണ്ട് സൈറ്റ് ഇൻഫെക്ഷന് വേണ്ടി മോണിറ്റർ ചെയ്തു. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഹി വാസ് ഒബ്സർവ് ഫോർ ഡിസോറിയൻറ്റേഷൻ. ഓപ്പറേഷന് ശേഷം അവന് ഡിസോറിയൻറ്റേഷന് വേണ്ടി ഒബ്സർവ് ചെയ്തു. സോ ഈ രീതിയിലൊക്കെയുള്ള സെൻറ്റൻസസ് ആണ് നമുക്ക് പൊതുവെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി എക്സസൈസ് ആൻഡ് തെറാപ്പീസ്. പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് എക്സസൈസും തെറാപ്പീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹി വാസ് ഇനീഷ്യേറ്റഡ് ടു എയറോബിക് എക്സസൈസസ്. അവനെ എയറോബിക് എക്സസൈസിലോട്ട് ഇനീഷ്യേറ്റ് ചെയ്തു. നിങ്ങൾ ഇനീഷ്യേറ്റഡ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടു എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടതാണ്. ഹി വാസ് ഇനീഷ്യേറ്റഡ് ടു എയറോബിക് എക്സസൈസസ്. ഓക്കെ, ഷി വാസ് സ്റ്റാർട്ടഡ് വിത്ത് ഡീപ് ബ്രീത്തിങ് എക്സസൈസസ്. എന്താണ്? അവൾക്ക് ഡീപ് ബ്രീത്തിങ് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്തു. ഫിസിയോതെറാപ്പി വാസ് കമൻസ്, അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് ഫോർ ഹിം. എന്താണ്? അവന് വേണ്ടി ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ റൈറ്റ് ഹി സ്റ്റാർട്ടഡ് ഫിസിയോതെറാപ്പി ഓർ ഷീ കമൻസ് ഫിസിയോതെറാപ്പി. ഓക്കെ, അത് മറ്റൊരു എക്സാമ്പിൾ. സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസസ് വേർ സ്റ്റാർട്ടഡ് ഫോർ ഹെർ. സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ് എക്സസൈസ് അവൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഇനി അഡ്വൈസസും എഡ്യൂക്കേഷനും ഒക്കെ എങ്ങനെ എഴുതാമെന്ന് കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഷീ വാസ് അഡ്വൈസ്ഡ് ടു ഫോളോ എ ലോ ഫാറ്റ് ഡയറ്റ്. എന്താണ്? ഒരു ലോ ഫാറ്റ് ഡയറ്റ് ഫോളോ ചെയ്യാൻ അവൾ ഉപദേശിക്കപ്പെട്ടു. അതായത് അവളെ ഒരാൾ ഉപദേശിച്ചു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഇവിടെ അഡ്വൈസിന് വരുന്നത് നമുക്ക് ഇൻസ്ട്രക്റ്റഡ് യൂസ് ചെയ്യാം, സജസ്റ്റഡ് യൂസ് ചെയ്യാം. പിന്നെ ഹി വാസ് എഡ്യൂക്കേറ്റഡ് റിഗാർഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് സെസേഷൻ. എന്താണ്? ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് സെസേഷനെ സംബന്ധിച്ച് അവനെ എഡ്യൂക്കേറ്റ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വാസ് അഡ്വൈസ്ഡ്, വാസ് ഇൻസ്ട്രക്റ്റഡ്, വാസ് എഡ്യൂക്കേറ്റഡ് യൂസ് ചെയ്യണം. കാരണം ഇതെല്ലാം പേഷ്യൻ്റ് മേൽ ചെയ്ത ആക്ഷനാണ് കേട്ടോ. അപ്പം പേഷ്യൻ്റ് ചെയ്ത ആക്ഷൻ ആകുന്ന നേരത്ത് നമ്മൾ പേഷ്യൻ്റ് പ്ലസ് V2 ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യും. ഇടയ്ക്ക് വാസ് വരത്തില്ല. അതേസമയം പേഷ്യൻ്റ് മേൽ ചെയ്യപ്പെട്ട ആക്ഷൻ ആണെങ്കിൽ പേഷ്യൻ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വാസ് പ്ലസ് V3 ഫോം ഓഫ് വെർബാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഷീ വാസ് തോട്ട് പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക്സ്. പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക്സ് അവളെ പഠിപ്പിച്ചു. ഹി വാസ് ഇൻസ്ട്രക്റ്റഡ് ഓൺ ഹാൻഡ് ആൻഡ് ഫുഡ് ഹൈജീൻ. അവനെ ഹാൻഡ് ആൻഡ് ഫുഡ് ഹൈജീനെ കുറിച്ച് അവന് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ അവനെ ഇൻസ്ട്രക്റ്റ് ചെയ്തു എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. സോ ഇതൊക്കെയാണ് എന്താണ് പേഷ്യൻ്റ് മേൽ ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത്. സോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾ സെൻറ്റൻസസ് തന്നതേ ഉള്ളൂ. ഈ സെൻറ്റൻസസ് എല്ലാം നിങ്ങളൊന്ന് എഴുതിയെടുത്ത് ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഒട്ടുമിക്ക എല്ലാ ഡാറ്റയും നമുക്ക് ഈ ഒരു സെൻറ്റൻസ് സ്റ്റൈൽ ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. ഇതെല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ആക്റ്റീവും പാസീവും ഫോമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അസസ്മെൻറ്റ് പാരാഗ്രാഫിൽ മുഴുവനുണ്ടല്ലോ. ഒട്ടുമിക്ക എല്ലാം വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ചില സാഹചര്യത്തിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാസ് ബീൻ വരത്തുള്ളത്, അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതെപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് മുമ്പോട്ടൊരു വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ OET റൈറ്റിംഗിൽ നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഡാറ്റ കുറച്ച് കൺവേർട്ട് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടാണ്. സോ പ്ലീസ് ചെക്ക് ദാറ്റ് വീഡിയോ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റിലോട്ട് വരാം. അസസ്മെൻറ്റ് പാരാഗ്രാഫിൽ നമ്മൾ എഴുതുന്നത്, അതായത് പേഷ്യൻ്റെ കറണ്ട് കണ്ടീഷൻ. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കറൻ്റ്ലി ഹി ഹാസ് മെയ്ഡ്
ഗുഡ് പ്രോഗ്രസ്. എന്താണ്, ഇപ്പോൾ അവൻ നല്ലൊരു പ്രോഗ്രസ് മേക്ക് ചെയ്തു. പ്രസൻ്റ്ലി ഹീ ഈസ് റീക്യൂപ്പറേറ്റിംഗ് ഫ്രം ഹിസ് കണ്ടീഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പോൾ അവൻ്റെ കണ്ടീഷനിൽ നിന്നും അവൻ റീക്യൂപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ് പ്രസൻറ്റ് ഹിസ് കണ്ടീഷൻ സ്റ്റേബിൾ, ഇപ്പോൾ അവൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. പിന്നെ കറൻലി ഹിസ് വൂണ്ട് ഈസ് ഹീലിംഗ് വെൽ, ഹവർ കണ്ടിന്യൂഡ് ഒബ്സർവേഷൻ ഹാസ് ബീൻ റെക്കമെൻഡഡ്. ഇപ്പോൾ അവൻ്റെ വൂണ്ട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹവർ എന്നാൽ കണ്ടിന്യൂഡ് ഒബ്സർവേഷൻ റെക്കമെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമുക്കൊരു അസസ്മെൻറ്റ് പാരാഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാവുന്നത് ഈ ഉള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത ഡാറ്റകളെ. സോ ഇതെല്ലാം എഴുതിയാൽ മതി. എപ്പോഴാണ് അഡ്മിറ്റ് ആയത്, എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തത്, പിന്നെന്താണ് അഡ്മിഷൻ സമയത്ത് പേഷ്യൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, എന്തൊക്കെ ആക്ഷനാണ് പേഷ്യൻ്റ് മേൽ ചെയ്തത്, ഇപ്പോൾ പേഷ്യൻ്റെ അവസ്ഥ എന്താണ്. ഇനി നമുക്ക് ഒരു മോഡൽ കേസ് നോട്ടിൻ്റെ സഹായത്തോടെ ഒരു നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഡാറ്റ മാത്രം കാണിച്ച് അതുകൊണ്ട് എങ്ങനെ അസസ്മെൻറ്റ് പാരാഗ്രാഫ് എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു കേസ് നോട്ടിൻ്റെ ഒരു പോർഷൻ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഉപയോഗിച്ച് നമുക്ക് അസസ്മെൻറ്റ് പാരാഗ്രാഫ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റൻസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു പാറ്റേണിൽ എങ്ങനെ അസസ്മെൻറ്റ് പാരാഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാം എന്ന് നോക്കാം. സോ ആദ്യം നമുക്ക് ആ കേസ് നോട്ടിലെ പോർഷൻസ് ഒന്ന് ക്ലോസ് ആയിട്ട് വായിച്ച് നോക്കാം. ഇവിടെ അഡ്മിഷൻ ഡയഗ്നോസിസ് പറയുന്നുണ്ട്. എന്തായിരുന്നു പേഷ്യൻ്റ് ഡയഗ്നോസിസ് എന്ന്. റൈറ്റ് ഷോൾഡർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. പിന്നെ പേഷ്യൻ്റെ സർജറി നടന്ന ഡേറ്റ് തന്നിട്ടുണ്ട് 11/7/2017. റൈറ്റ് ടോട്ടൽ ഷോൾഡർ റിപ്ലേസ്മെൻറ്റ് സർജറിയിലൂടെ പേഷ്യൻ്റ് കടന്നു പോയിട്ടുണ്ട്. പേഷ്യൻ്റെ പേര് എന്താണ്, മിസ്സസ് ജാസ്മിൻ ജേക്കബ് എന്നാണ് പേഷ്യൻ്റെ പേര്. ഓക്കെ, ഇനിയിപ്പോൾ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഡാറ്റ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. വൂണ്ട് കെയർ പേഷ്യൻ്റ് കൊടുത്തിരുന്നു. ഓഫ് കോഴ്സ് സർജറിക്ക് ശേഷം എന്താണ് വൂണ്ട് കെയർ കൊടുത്തിരുന്നു. അനാൾജസിക്സ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. പാനഡിൻ ഫോർട്ടെ, കോൾഡ് കംപ്രസും ഷോൾഡർ ബ്രേസും 4 hours per day പേഷ്യന് അപ്ലൈ ചെയ്തിരുന്നു. പിന്നെന്താണ് പേഷ്യന് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ADL എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിന് അസിസ്റ്റൻസ് കൊടുത്തിരുന്നു. അതിനുശേഷം വരുന്നത് എന്താണ്, പേഷ്യൻ്റെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, BP എന്നിവയെല്ലാം ഒബ്സർവ് ചെയ്തപ്പോൾ ഇപ്പോൾ നോർമൽ റേഞ്ചിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂറോവാസ്കുലർ ഒബ്സർവേഷനും നോർമലാണ്. ഫിസിയോതെറാപ്പി TSR പ്രോട്ടോകോൾ പ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, പേഷ്യന് ഫിസിയോതെറാപ്പി ഔട്ട് പേഷ്യൻ്റ് ഫോളോ അപ്പ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആൻഡ് ഫൈനലി കമ്മ്യൂണിറ്റി ഹൈഡ്രോതെറാപ്പിയിലോട്ട് പേഷ്യനെ റെഫർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെ അസസ്മെൻറ്റ് പാരാഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ എഴുതുന്നത് എന്താണ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ പ്ലസ് പ്രസൻറ്റിംഗ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ റീസൺ ഫോർ പ്രസൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ റീസൺ ഫോർ അഡ്മിഷൻ ആണ് നമ്മൾ എഴുതുന്നത്. സോ ഇങ്ങനെ എഴുതാം. Mrs. Jacob was admitted to hospital on 11 July 2017 due to osteoarthritis. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മൂലം 11 ജൂലൈ 2017 മിസ്സസ് ജേക്കബ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ വിത്ത് ദ കംപ്ലയിൻറ്റ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഞാൻ എഴുതുന്നില്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മൂലം എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സർജറി കഴിഞ്ഞ ഒരു കാര്യം നമുക്ക് എഴുതാം. കോൺസിക്വൻ്റ്ലി ഷീ അണ്ടർവെൻറ്റ് റൈറ്റ് ടോട്ടൽ ഷോൾഡർ റിപ്ലേസ്മെൻറ്റ് സർജറി. അതായത് കോൺസിക്വൻ്റ് എന്ന് പറയുമ്പോൾ അനന്തരഫലമായി അവൾ റൈറ്റ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറിയിലൂടെ കടന്നുപോയി. നമ്മൾ കേസ് നോട്ടിൽ ലെറ്റർ ആക്കാൻ നേരത്തെ ആക്ച്വലി കോൺസിക്വൻ്റ്ലി ഷീ അണ്ടർവെൻറ്റ് ദ സർജറി എന്ന് എഴുതിയാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫിൽ ആ സർജറിയുടെ പേര് എഴുതുന്നുണ്ടല്ലോ, റീസൺ ഫോർ ദ പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ മെഡിക്കൽ ഇഷ്യൂ ആയിട്ട്. അതുകൊണ്ട് അസസ്മെൻറ്റ് പാരാഗ്രാഫിലോട്ട് വരാൻ നേരത്തെ കോൺസിക്വൻ്റ്ലി ഷീ അണ്ടർവെൻറ്റ് ദ സർജറി എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഞാൻ ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ആ സർജറിയുടെ പേര് മുഴുവനായിട്ടും എഴുതിയേക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി എന്താണ്, സർജറിക്ക് ശേഷം നടന്ന കാര്യങ്ങളാണ് അല്ലേ. ഇവിടെ പേഷ്യൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, വാട്ട് വാസ് എർ കണ്ടീഷൻ എന്നുള്ളൊരു ഡാറ്റ ഒന്നും കൊടുത്തേക്കാത്ത പക്ഷം നമുക്ക് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ്ലി പിന്നെ പോകുന്നത് എന്താണ്, ആക്ഷൻസ് ദാറ്റ് വർ ഡൺ ടു ദ പേഷ്യൻ്റ് ആണ്. പേഷ്യൻ്റ് മേൽ ചെയ്യപ്പെട്ട ആക്ഷനെ പറ്റിയാണ് മുമ്പോട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. ആദ്യം എന്താണ്, വൂണ്ട് കെയർ കൊടുത്തതായിട്ട് പറയുന്നുണ്ട്, അനാൾജസിക്സ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്, കോൾഡ് കംപ്രസ്ഡ് ഷോൾഡർ ബ്രേസ്. സോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി, അതായത് ഓപ്പറേഷന് ശേഷം ഷീ വാസ് കമൻസ്ഡ് ഓൺ വൂണ്ട് കെയർ ആൻഡ് പാനഡിൻ ഫോർട്ടെ 50 mg 6 hours. ഓക്കെ, അത് രണ്ടും ക്ലബ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ വൂണ്ട് കെയറും അനാൾജസിക്സും. അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി അവൾക്ക് വൂണ്ട് കെയറും പാനഡിൻ ഫോർട്ടെയും കമൻസ് ചെയ്തു. അവളുടെ മേൽ ചെയ്യപ്പെട്ട ആക്ഷനല്ലേ, അതായത് അവൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നതല്ല ഈ രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവളുടെ മേൽ ചെയ്ത ആക്ഷനാണ് ഈ രണ്ട് കാര്യം. അതുകൊണ്ടാണ് വാസ് കമൻസ് യൂസ് ചെയ്തേക്കുന്നത്. വാസ് പ്ലസ് V3 ഫോം ഓഫ് വെർബ്. ഓക്കെ, കമൻസ് എന്നുള്ളതാണ് ബേസ് ഫോം, V3 ഫോമാണ് കമൻസ്ഡ്. നോ അടുത്തതിലോട്ട് പോകാം. നെക്സ്റ്റ് എന്താണ്, കോൾഡ് കംപ്രസും ഷോൾഡർ ബ്രേസും കൊടുത്ത കാര്യങ്ങൾ എഴുതുന്നത്. സോ സെയിം രീതിയിലുള്ള മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻ അഡീഷൻ ഉള്ള കണക്ടർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ അഡീഷൻ കോൾഡ് കംപ്രസ് ആൻഡ് ഷോൾഡർ ബ്രേസ് 4 hours a day were provided for her to relieve pain. അതായത് ഇൻ അഡീഷൻ പറയുമ്പോൾ അതോടൊപ്പം അല്ലെങ്കിൽ അതോടുകൂടെ
കോൾഡ് കംപ്രസും ഷോൾഡർ ബ്രേസും 4 മണിക്കൂർ ഒരു ദിവസം അവൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു, അവൾക്ക് നൽകി. എന്തിനാണ്? പെയിൻ റിലീവ് ചെയ്യാൻ. നെക്സ്റ്റ് എന്താണ്? ADLയുടെ കാര്യമാണ് നമ്മൾ എഴുതുന്നത്. എങ്ങനെ എഴുതാം? ഷീ വാസ് അസിസ്റ്റഡ് വിത്ത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം അവൾക്ക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിന് വേണ്ടി അസിസ്റ്റൻസ് കൊടുത്തു, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്തു. അവളെ അസിസ്റ്റ് ചെയ്തു എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. ഇനി നമുക്ക് താഴത്തോട്ടുള്ള കാര്യങ്ങൾ. സോ ഇതെല്ലാം ഇപ്പോഴത്തെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ പേഷ്യൻ്റ് കണ്ടീഷൻ എല്ലാം നോർമലായി സ്റ്റേബിളായി എന്നുള്ള രീതിയിലാണ്. സോ അതെല്ലാം ഞാൻ തൽക്കാലം എഴുതാൻ പോകുന്നത് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, എങ്ങനെ എഴുതാം? കറൻ്റ്ലി മിസ്സസ് ജേക്കബ്സ് വൈറ്റൽ സയൻസ് ആൻഡ് ന്യൂറോവാസ്കുലർ സ്റ്റാറ്റസ് ആർ സ്റ്റേബിൾ. അതായത് ഇപ്പോൾ പേഷ്യൻ്റെ വൈറ്റൽ സയൻസും ന്യൂറോവാസ്കുലർ സ്റ്റാറ്റസും സ്റ്റേബിളാണ് എന്നുള്ള രീതിയിലാണ് എഴുതിയേക്കുന്നത്. ഇവിടെ ഞാൻ ഓരോന്നും എടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം ഇതൊരു സെമി റെലവൻ്റ് ആയിട്ട് പോകുന്നതാണ്. നമ്മളെല്ലാം കൂടെ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വൈറ്റൽ സയൻസും ന്യൂറോവാസ്കുലർ ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ സംബന്ധിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. നെക്സ്റ്റ് എന്താണ് വരുന്നത്? പിന്നെ നമ്മൾ എഴുതേണ്ടത് ഈ ഫിസിയോതെറാപ്പിയുടെ കാര്യമാണ് അല്ലേ. അപ്പോൾ അതങ്ങനെ എഴുതാം. വേരിയസ് ഫിസിയോതെറാപ്പി എക്സസൈസസ് ഹാവ് ബീൻ കമൻസ്ഡ് ഫോർ മിസ്സസ് തോംസൺ വിച്ച് നീഡ് ടു ബി കണ്ടിന്യൂഡ് അറ്റ് ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻറ്റ് ട്വൈസ് എ ഡേ. അതായത് പലതരത്തിലുള്ള ഫിസിയോതെറാപ്പി എക്സസൈസ് പേഷ്യൻറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മുമ്പോട്ടും കണ്ടിന്യൂ ചെയ്യണം ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം. ലാസ്റ്റ് എന്താണ്? കമ്മ്യൂണിറ്റി ഹൈഡ്രോതെറാപ്പിയിലോട്ടുള്ള റെഫറലാണ് പറയുന്നത്. എങ്ങനെ എഴുതാം? ഷീ ഹാസ് ഓൾസോ ബീൻ റെഫേർഡ് ടു കമ്മ്യൂണിറ്റി ഹൈഡ്രോതെറാപ്പി. അതായത് അവൾ കമ്മ്യൂണിറ്റി ഹൈഡ്രോതെറാപ്പിയിലോട്ടും റെഫർ ചെയ്തിട്ടുണ്ട്. ഓൾസോ കൊണ്ട് ഒരിക്കലും ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തത് നമുക്കിതുപോലെ പേഷ്യൻറ്റിന് ശേഷം സബ്ജക്റ്റിന് ശേഷം നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യുന്നതാണ് ഓൾസോ എന്നുള്ള കണക്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഷീ ഹാസ് ബീൻ അഡ്വൈസ് ടു വിയർ റൈറ്റ് ആം സ്ലിംഗ് ആസ് വെൽ ആസ് ടു അവോയ്ഡ് ഹെവി ലിഫ്റ്റിംഗ് ഫോർ 4 weeks. ഇത് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ കൊടുത്തുള്ള കാര്യം നമുക്ക് കേസ് നോക്കി കാണാൻ പറ്റും അല്ലേ. എന്തൊക്കെയാണ് ഇത്? എഡ്യൂക്കേഷൻ, റൈറ്റ് ആം സ്ലിംഗ് വിയർ ചെയ്യാനും കൂടെ തന്നെ ഹെവി ലിഫ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. സോ ഈ ഒരു കാര്യം ഞാൻ ഏത് വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അഡ്വൈസ് എന്നുള്ള വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷീ ഹാസ് ബീൻ അഡ്വൈസ് ടു വിയർ റൈറ്റ് ആം സ്ലിംഗ് ആസ് വെൽ ആസ് ടു അവോയ്ഡ് ഹെവി ലിഫ്റ്റിംഗ് ഫോർ 4 weeks. ഇവിടെ അഡ്വൈസിന് പകരം നമുക്ക് ഇൻസ്ട്രക്റ്റഡും സജസ്റ്റഡും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ADVI SCD എന്നുള്ള വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ADVI SCDയും ADVI CEDയും തമ്മിലുള്ള വ്യത്യാസം കൺഫ്യൂസിങ് ആയിരിക്കും. ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് നോക്കുവാണെങ്കിൽ ADVI SCDയും CEDയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാവുന്നതാണ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹാസ് ബീൻ ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് മുമ്പോട്ടും അസസ്മെൻറ്റ് പാരാഗ്രാഫിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അല്ലെങ്കിൽ OET റൈറ്റിങ്ങിലെ വേറെ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് സ്പെസിഫിക്കലി വീഡിയോ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫിക്കലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. മുമ്പോട്ട് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.